ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കണ്ണാടിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സാറ എന്ന ഒരു യുവതിയെയാണ് കാണിക്കുന്നത്. ഒരു സിനിമാ നടിയാവണമെന്ന് സാറ അതിയായി ആഗ്രഹിച്ചിരുന്നു. ഉപജീവനത്തിനായി സാറ മനസ്സോടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു വരികയാണ്. അവൾ ഒരുപാട് ഓഡീഷനുകളിൽ പങ്കെടുത്തിരുന്നു. എങ്കിലും ഒരു ചാൻസും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ അവൾ പ്രമുഖ നിർമ്മാണ കമ്പനിയുടെ കാസ്റ്റിംഗ് കോൾ കാണുകയും അതിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്തു. രാത്രിയിൽ അവൾ തൻ്റെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചിരുന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി പോയി. അവളുടെ സുഹൃത്തുക്കൾ ആരും സാറയെ കാര്യമായി മൈൻഡ് ചെയ്തിരുന്നില്ല. അവിടെ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്നുള്ള മോഹവുമായി നടന്നിരുന്ന ഡാനി എന്ന അവളുടെ കൂട്ടുകാരനും സാറയ്ക്ക് കിട്ടുന്ന ചാൻസുകൾ തട്ടിയെടുക്കാനായി ആഗ്രഹിച്ചിരുന്ന എറിൻ എന്ന യുവതിയും ഉണ്ടായിരുന്നു. തന്നെ ആരും വേണ്ടത്ര പരിഗണിക്കുന്നില്ലെന്ന് തോന്നിയതോടെ സാറ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഈ ഒരു സമയത്ത് ഡാനി അവളുടെ പക്കലേക്ക് എത്തുകയാണ്. നമുക്കൊരു ദിവസം ഒരുമിച്ച് പുറത്തു പോയാലോ എന്ന് ഡാനി സാറയോട് ചോദിച്ചു. എന്നാൽ ഈ ഒരു സമയത്തെല്ലാം സാറയുടെ ശ്രദ്ധ അവളുടെ മൊബൈലിലായിരുന്നു. സാറയുടെ അപേക്ഷ കണ്ട് അവളെ ഓഡീഷനായി ക്ഷണിച്ചിരിക്കുന്ന മെയിൽ വന്നിരുന്നു. ഇക്കാര്യം അറിഞ്ഞ് സാറയുടെ റൂംമേറ്റായ ട്രേസിക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ എറിൻ അസൂയയോടെ ഇതെല്ലാം ചിലപ്പോൾ തട്ടിപ്പായിരിക്കുമെന്ന് സാറയോട് പറയുകയാണ്. അതോടുകൂടി സാറയ്ക്കും സംശയമായി. എങ്കിലും അവൾ ഓഡീഷനിലേക്ക് ചെന്ന് അതിൽ പങ്കെടുക്കുകയാണ്. ക്യാരക്ടറിൻ്റെ ഡയലോഗ് അവൾക്ക് ഒരു പേപ്പറിലാണ് എഴുതി കൊടുത്തിരുന്നത്. ഓഡീഷൻ്റെ സമയത്ത് സാറ ആ ഡയലോഗുകൾ മറന്നുപോയി. അതോടെ സാറ കയ്യിലുണ്ടായിരുന്ന പേപ്പറിലേക്ക് പതിയെ നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡയലോഗുകൾ എഴുതിയിരുന്ന ആ ഒരു പേപ്പറിലേക്ക് രക്തത്തുള്ളികൾ വീഴുകയാണ്. സാറയുടെ തലയിൽ നിന്നുമായിരുന്നു രക്തം ധാരയായി ഒഴുകിയിരുന്നത്. ഞെട്ടിവിറച്ചുകൊണ്ട് സാറ ഈ ഒരു സമയത്ത് ചാടിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഓഡീഷനെ പറ്റിയുള്ള അവലാതി മൂലം താൻ കണ്ട ഒരു സ്വപ്നമാണതെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. പിറ്റേന്ന് സാറ ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാനായി പോവുകയാണ്. നിരവധി യുവതികൾ ആ ഒരു ഓഡീഷനിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തിയിരുന്നു. ഈ സമയത്ത് സെലക്റ്റഡ് ആവാതെ ഒരു യുവതി ഓഡീഷൻ നടന്നിരുന്ന റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ സാറയുടെ ഊഴമെത്തി. കാസ്റ്റിംഗ് ഡയറക്ടറും അസിസ്റ്റൻറ്റും വളരെ ഗൗരവത്തോടെയാണ് സാറയോട് പെരുമാറിയിരുന്നത്. അവർ സാറയോട് അഭിനയിച്ച് കാണിക്കാനായി ആവശ്യപ്പെട്ടു. സാറ തന്നാലാവും വിധം നല്ല പ്രകടനം തന്നെ അവിടെ കാഴ്ചവെച്ചു. വളരെ നന്നായി അഭിനയിച്ചെങ്കിലും ഒരു കാരണവും പറയാതെ കാസ്റ്റിംഗ് ഡയറക്ടർ സാറയെ ഇറക്കി വിടുകയാണ്. വിഷമത്തോടെ സാറ അവിടുത്തെ ബാത്റൂമിലേക്ക് കയറി. അവൾ ദേഷ്യത്തോടെ തൻ്റെ മുടി പിടിച്ച് വലിക്കുകയാണ്. ഈ നേരത്ത് കുറച്ച് മുടിനാരുകൾ തലയിൽ നിന്നും പറഞ്ഞു പോന്നിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് ദേഷ്യം വരുമ്പോൾ സാറ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. സാറയുടെ ഈ രോക്ഷവും അലർച്ചയുമെല്ലാം ബാത്റൂമിന് പുറത്തായി നിന്നിരുന്ന കാസ്റ്റിംഗ് ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് കേൾക്കാനിടയായി. നീ ഇത് ഞങ്ങൾക്ക് മുന്നിൽ ഒന്നുകൂടെ ചെയ്യണമെന്ന് ആ സ്ത്രീ സാറയോട് പറഞ്ഞു. അങ്ങനെ മനസ്സോടെ സാറ അവർക്ക് മുന്നിൽ ഈ ഒരു കാര്യം ചെയ്തു കാണിച്ചു. പക്ഷേ അവർ വ്യക്തമായ മറുപടികൾ നൽകാതെ സാറയെ വീണ്ടും ഇറക്കി വിടുകയാണ്. അതോടെ അവർ തന്നെ പരിഹസിച്ചതാകുമെന്ന് സാറയ്ക്ക് തോന്നി. അങ്ങനെ വളരെ വിഷമത്തോടെ സാറ അവളുടെ റൂമിലേക്ക് തിരിച്ചെത്തി. പിറ്റേന്ന് സാറയും മറ്റു ജീവനക്കാരും ചേർന്ന് റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയ ഒരു കസ്റ്റമറുടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് സാറയ്ക്ക് ഓഡീഷന് പോയിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്നും ഒരു ഫോൺ കോൾ വന്നു. റെസ്റ്റോറൻറ്റിൽ ഫോൺ എടുക്കാൻ പാടില്ലാത്തതിനാൽ അവൾ ആ കോൾ എടുക്കാനായി ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ഈ ഒരു കാഴ്ച റെസ്റ്റോറൻറ്റ് ഓണർ ദേഷ്യത്തോടെ വീക്ഷിച്ചിരുന്നു. നിങ്ങൾ സെലക്റ്റായെന്നും വ്യത്യസ്തമായ മറ്റൊരു ഓഡീഷൻ കൂടിയുണ്ടെന്നും ആസ്ട്രോസ് എന്ന ആ നിർമ്മാണ കമ്പനി സാറയെ അറിയിച്ചു. ഇത് കേട്ട് സാറയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഈ കാഴ്ച കണ്ട റെസ്റ്റോറൻറ്റ് ഓണർ ഡ്യൂട്ടി സമയത്ത് ഫോണിൽ സംസാരിച്ചതിനെ സാറയെ വഴക്കു പറഞ്ഞു. അഭിനയം തൻ്റെ സ്വപ്നമാണെന്ന് സാറ അയാളോട് പറഞ്ഞെങ്കിലും ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. അതോടെ ദേഷ്യത്തോടെ സാറ തൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ആ ഒരു ജോലി റിസൈൻ ചെയ്യുകയാണ്. അങ്ങനെ പ്രതീക്ഷയോടെ സാറ വീണ്ടും ആസ്ട്രോസിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കാനായി പോവുകയാണ്. ഇത്തവണ ഓഡീഷൻ വ്യത്യസ്തമായി ഒരു ഇരുട്ടുമുറിയിലായിരുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ അഴിക്കണമെന്ന് അവർ സാറയോട് ആവശ്യപ്പെട്ടു. ആദ്യം നിരസിച്ചെങ്കിലും ചാൻസ് നഷ്ടമാകുമെന്നുള്ള ഭയം മൂലം അവൾ അതിന് സമ്മതിച്ചു. പിന്നീട് ആ ഒരു ഇരുട്ടുമുറിയിൽ നിരവധി തവണ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിമറഞ്ഞു. അവൾ കൈകൊണ്ട് ശരീരം മറയ്ക്കാനായി ശ്രമിച്ചെങ്കിലും അതിന് പോലും കാസ്റ്റിംഗ് ഡയറക്ടർ സമ്മതിച്ചിരുന്നില്ല. ഇരുട്ടിൽ ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിലുള്ള വിവിധ രീതിയിലുള്ള പോസുകൾ അവളെ
ഒരു ഉന്മാദാവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയെന്നും നിങ്ങൾ സെലക്റ്റായെന്നും ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് അവളെ അറിയിച്ചു. ആ സ്ത്രീയുടെ കഴുത്തിലെ ലോക്കറ്റിൽ പൈശാചിക ആരാധനയുടെ ഒരു ചിഹ്നമുണ്ടായിരുന്നു. സന്തോഷത്തോടെ അവൾ അവിടെ നിന്നും തൻ്റെ സുഹൃത്തുക്കളുടെ പക്കലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് ഡാനി അടക്കമുള്ള അവളുടെ സുഹൃത്തുക്കൾ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. താൻ ഓഡീഷനിൽ സെലക്റ്റായ വിവരം സാറ കൂട്ടുകാരെ അറിയിച്ചു. നിർമ്മാണ കമ്പനിയുടെ പേര് ആസ്ട്രോസ് ആണെന്ന് സാറ പറഞ്ഞതോടെ അത് നല്ല കമ്പനിയാണെന്ന് റിനും ഡാനിയുമെല്ലാം അഭിപ്രായപ്പെട്ടു. അങ്ങനെ സാറ തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് അവൾ അവിടെ വെച്ച് തൻ്റെ റൂംമേറ്റായ ട്രേസിയെ കണ്ടു. സെലക്റ്റായ കാര്യം സാറ ട്രേസിയെ അറിയിച്ചതോടെ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ട്രേസിക്ക് ഒരുപാട് സന്തോഷമായി. ഈ ഒരു സമയത്ത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആഷ്ലി എന്ന യുവതിക്ക് വീണ് പരിക്ക് പറ്റുകയാണ്. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ട് സാറ ചിരിക്കുകയാണ് ചെയ്തത്. ഇക്കാര്യം ട്രേസി ശ്രദ്ധിച്ചിരുന്നു. അന്ന് ഫോട്ടോഷൂട്ടിൻ്റെ ഓർമ്മകളാൽ ഉറക്കത്തിൽ സാറ ഞെട്ടി ഉണർന്നിരുന്നു. ഈ ഒരു സമയത്താണ് അവൾക്ക് ആസ്ട്രോസ് എന്ന നിർമ്മാണ കമ്പനിയിൽ നിന്നും വീണ്ടും ഫോൺ കോൾ വരുന്നത്. സിനിമയുടെ നിർമ്മാതാവ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തെ ചെന്ന് കാണണമെന്നും അവർ അവളെ അറിയിച്ചു. അങ്ങനെ സാറ നല്ല വസ്ത്രങ്ങളണിഞ്ഞ് നിർമ്മാതാവിനെ കാണാനായി പോകാനൊരുങ്ങി. ഈ ഒരു സമയത്ത് അവളുടെ സുഹൃത്തുക്കളായവരും റൂമിന് പുറത്തായിരുന്ന TV കാണുന്നുണ്ടായിരുന്നു. അവരോട് കാര്യം പറഞ്ഞ് സാറ ആസ്ട്രോസിൻ്റെ പ്രൊഡ്യൂസറെ കാണാനായി പോവുകയാണ്. അങ്ങനെ കാസ്റ്റിംഗ് ഡയറക്ടറുടെ അസിസ്റ്റൻ്റ് സാറയെ പ്രൊഡ്യൂസറുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രൊഡ്യൂസർ സാറയുടെ കയ്യിൽ ചുംബിക്കുകയും നിങ്ങളുടെ ഫോട്ടോസ് ഞാൻ കണ്ടുവെന്ന് അവളോട് പറയുകയും ചെയ്തു. നീ എന്തിനാണ് പൈശാചികമായ രീതിയിൽ മുടി പിഴുതെടുക്കുന്നതെന്ന് അയാൾ സാറയോട് ചോദിച്ചു. അത് ചെറുപ്പം തൊട്ടുള്ള തൻ്റെ ശീലമാണെന്ന് സാറ അയാൾക്ക് മറുപടി നൽകി. നിങ്ങൾ സുന്ദരിയാണെന്നും നിങ്ങൾ ഞങ്ങളുടെ സിനിമയിൽ സെലക്റ്റായെന്നും പ്രൊഡ്യൂസർ സാറയെ അറിയിച്ചു. ഇത് കേട്ട് സാറയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരുമെന്നും പറഞ്ഞുകൊണ്ട് അയാൾ സാറയെ മോശമായ രീതിയിൽ സ്പർശിക്കുകയാണ്. അയാളുമായി കിടക്ക പങ്കിട്ട് ചാൻസ് വാങ്ങാൻ സാറയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ വിഷമത്തോടെ സാറ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ദുഃഖഭാരത്തോടെ തിരിച്ചെത്തിയ സാറ റൂമിലേക്ക് ചെന്ന് മൂടി പുതച്ച് കിടന്നു. അതോടെ ട്രേസി അവളുടെ പക്കലേക്കെത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. നടന്ന സംഭവങ്ങളെല്ലാം കരഞ്ഞുകൊണ്ട് സാറ ട്രേസിയോട് വെളിപ്പെടുത്തി. സിനിമയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജോലി പോലും നഷ്ടപ്പെടുത്തിയെന്നും ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലായെന്നും അവൾ വിഷമത്തോടെ ട്രേസിയോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട ട്രേസി സാറയെ ആശ്വസിപ്പിച്ചു. മറ്റു മാർഗമില്ലാതെ സാറ തൻ്റെ റെസ്റ്റോറൻറ്റ് ഓണറുടെ പക്കലേക്ക് പോവുകയും മാപ്പപേക്ഷിച്ച് ജോലിയിൽ തിരികെ പ്രവേശിക്കുകയും ചെയ്തു. അന്ന് സാറയുടെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു. ഈ ഒരു സമയത്തും ഓഡീഷൻ്റെ അന്നുണ്ടായ സംഭവങ്ങളെ ഓർത്ത് സാറ അസ്വസ്ഥയായിരുന്നു. അതിനാൽ തന്നെ പാർട്ടി എൻജോയ് ചെയ്യാൻ പറ്റാതെ സാറ അവിടെ നിന്നും മാറിയിരുന്നു. അല്പസമയത്തിനകം തന്നെ ഡാനിയും അവളുടെ പക്കലേക്കെത്തി. അവിടെ ഉണ്ടായിരുന്ന തൻ്റെ വാഹനത്തിലായിരുന്നു ഡാനി താമസിച്ചിരുന്നത്. പ്രണയാർദ്രമായ ഭാവത്തോടെയാണ് ഡാനി സാറയോട് സംസാരിച്ചിരുന്നത്. ഓഡീഷനിൽ നിന്ന് സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ട്രേസി ഡാനിയോടും കൂട്ടുകാരോടും പങ്കുവച്ചിരുന്നെന്ന് അവൻ്റെ സംസാരത്തിൽ നിന്നും സാറയ്ക്ക് മനസ്സിലായി. എൻ്റെ സിനിമയിൽ ഞാൻ നിന്നെ നായികയാക്കാമെന്ന് ഡാനി സാറയ്ക്ക് വാക്കുകൊടുത്തു. പിന്നീട് ഡാനി ഒരു മയക്കമരുന്ന് കഴിക്കുകയും ഈ രാത്രി അടിപൊളിയാകുമെന്നും പറഞ്ഞ് ഒരെണ്ണം സാറയ്ക്ക് നൽകുകയും ചെയ്തു. അതോടെ സാറ ഉന്മാദാവസ്ഥയിലേക്ക് വഴുതി വീണു. അങ്ങനെ അവൾ എല്ലാം മറന്ന് സുഹൃത്തുക്കൾക്കൊപ്പം എൻജോയ് ചെയ്യുകയാണ്. ഡാനിക്ക് തന്നെ ഇഷ്ടമാണെന്നാണ് സാറ കരുതിയിരുന്നത്. കൂട്ടുകാരുമായി സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നതിനിടെ സാറ ഡാനിയെ ചുംബിക്കുന്ന രംഗങ്ങൾ കാണാനിടയായി. ഈ ഒരു കാഴ്ച സാറയെ മാനസികമായി തളർത്തി. അതോടെ സിനിമാ ഫീൽഡ് ഇങ്ങനെയൊക്കെയാണെന്ന് ആ പ്രൊഡ്യൂസർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ സാറയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. ഡാനി കൊണ്ടുള്ള ദേഷ്യം മൂലം സാറ പ്രൊഡ്യൂസറുമായി കിടക്ക പങ്കിടാൻ തയ്യാറാണെന്ന് അവരെ വിളിച്ചറിയിച്ചു. ഈ ഒരു സമയത്തെല്ലാം ലഹരി കഴിച്ചിരുന്ന സാറ ശരിയായ ബോധത്തിലല്ലായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസറുടെ പക്കലേക്ക് എത്തിച്ചേരണമെന്ന് ആസ്ട്രോസ് കമ്പനി സാറയെ അറിയിച്ചു. അങ്ങനെ അവൾ ഉന്മാദാവസ്ഥയിൽ ആ ഒരു പ്രൊഡ്യൂസറുടെ പക്കലേക്ക് ചെല്ലുകയാണ്. നിനക്ക് ഇനിയൊരു ചാൻസ് ഉണ്ടാവില്ലെന്ന് അയാളുടെ അസിസ്റ്റൻ്റ് സാറയെ അറിയിച്ചു. തന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സാറ ആ പ്രൊഡ്യൂസർക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായി.
ആ പ്രൊഡ്യൂസർ അവളുടെ തലയിൽ കൈവച്ചു. അയാളുടെ കയ്യിലും കാസ്റ്റിംഗ് അസിസ്റ്റൻറ്റിൻ്റെ മാലയിലുണ്ടായിരുന്ന ആ ഒരു നക്ഷത്ര ചിഹ്നമുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മുഖംമൂടിധാരികളായ 2 പേർ അയാൾക്ക് പുറകിൽ നിന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അതീവ ക്ഷീണിതയായ നിലയിൽ അവൾ തൻ്റെ റൂമിൽ ഉണരുകയാണ്. ജോലിക്ക് പോയിരുന്ന അവളുടെ വായിൽ നിന്നും ഉമിനീർ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ഒറ്റി വീണിരുന്നു. ഈ ഒരു കാഴ്ച കണ്ട് റെസ്റ്റോറൻറ്റ് ഓണർ അവളോട് ദേഷ്യപ്പെട്ടു. ആ ഭക്ഷണം വിതരണം ചെയ്യേണ്ടെന്ന് പറഞ്ഞതോടെ സാറ ക്ഷുബ്ധയാവുകയും അവൾ അയാളെ അടിക്കുകയും ചെയ്തു. ദേഷ്യത്തോടെ റെസ്റ്റോറൻറ്റ് ഓണർ അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. അന്ന് രാത്രിക്ക് ശേഷം തനിക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾ ആസ്ട്രോസ് കമ്പനിയിലേക്ക് വിഷമത്തോടെ വിളിച്ചറിയിച്ചു. എന്നാൽ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. ആ രാത്രിയിലും പതിവ് പോലെ തന്നെ അവളുടെ സുഹൃത്തുക്കൾ പാർട്ടി നടത്തുകയാണ്. ഈ സമയത്ത് സ്വബോധം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്ന സാറ തൻ്റെ വസ്ത്രങ്ങൾ അഴിക്കാൻ ആരംഭിച്ചു. കിട്ടിയതൊക്കെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ അത് തൻ്റെ ക്യാമറയിൽ പകർത്താനായി ശ്രമിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട ട്രേസി അവൻ്റെ കയ്യിൽ നിന്നും ആ ക്യാമറ തട്ടിപ്പറിക്കാനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്ത് സാറ ട്രേസിയെ ആക്രമിക്കുകയാണ്. ഈ സംഭവത്തോടെ സാറ തനിക്കെന്താണ് പറ്റിയതെന്നറിയാനായി ആസ്ട്രോസിൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. പക്ഷേ ആരും തന്നെ അവൾക്ക് ഉത്തരം നൽകിയിരുന്നില്ല. അതോടെ അവൾ റൂമിലേക്ക് തിരിച്ചു പോന്നു. റൂമിലേക്ക് എത്തിയ സാറയ്ക്ക് തൻ്റെ ശരീരത്തിൽ എന്തോ ഒരു വിറയൽ തോന്നുകയാണ്. അങ്ങനെ അവൾ ബാത്റൂമിലേക്ക് ചെന്ന് ഛർദ്ദിക്കാൻ ആരംഭിച്ചു. ഈ ഒരു സമയത്താണ് അവൾ തൻ്റെ മുടി കൊഴിഞ്ഞു പോകുന്ന കാഴ്ച ശ്രദ്ധിക്കുന്നത്. അവളുടെ ശബ്ദം കേട്ട് ട്രേസി ബാത്റൂമിനരികിലേക്ക് എത്തി. 2 മണിക്കൂറിലേറെയായി നീ ഇവിടെ തന്നെയാണെന്നും ഇറങ്ങി വരാനും ട്രേസി ആവശ്യപ്പെട്ടു. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സാറ അവിടുത്തെ സിങ്കിൽ ഛർദ്ദിക്കൽ തുടരുകയാണ്. അവൾക്ക് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ട്രേസി അത് ആരാഞ്ഞു. പ്രൊഡ്യൂസർ എന്നോട് മോശമായി പെരുമാറിയത് നീ എന്തിനാണ് മറ്റു സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് സാറ ട്രേസിയോട് ദേഷ്യപ്പെട്ടു. നീ അടക്കമുള്ള എല്ലാവരും എൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് സാറ ട്രേസിയോട് പറഞ്ഞു. ഇത് കേട്ട് ട്രേസി ക്ഷുഭിതയായി. 3 മാസമായി നിൻ്റെ റൂമിൻ്റെ വാടക അടയ്ക്കുന്നത് ഞാനാണെന്ന് ദേഷ്യത്തോടെ ട്രേസി സാറയോട് പറഞ്ഞു. ഇത് കേട്ട് വിഷമത്തോടെ സാറ തൻ്റെ റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് ആസ്ട്രോസ് കമ്പനി തനിക്ക് നൽകിയിരുന്ന പ്രതിഫലം സാറയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൾ അതിൽ നിന്നും കുറച്ച് കാശെടുത്ത് ട്രേസിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ശേഷം സാറ തൻ്റെ റൂമിലേക്ക് ചെന്ന് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ കാസ്റ്റിംഗ് ഡയറക്ടറുടെ അസിസ്റ്റൻ്റായ സ്ത്രീ തൻ്റെ വായിലേക്ക് തുണി തിരികുന്നതായും സാറ മോഡേൺ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു സിനിമാ നടിയുടെ പോലെ നിൽക്കുന്നതായെല്ലാം അവൾക്ക് തോന്നുകയാണ്. അല്പസമയത്തിനകം തന്നെ സാറയ്ക്ക് കലശമായ വയറുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അതീവ ക്ഷീണിതയായ നിലയിൽ അവൾ കട്ടിലിൽ കിടക്കുകയാണ്. ശേഷം അവൾ പതിയെ അവിടെ നിന്നും വാഷ്റൂമിലേക്ക് നടന്നു. ഈ ഒരു സമയത്ത് അവളുടെ നഖവും മുടിയുമെല്ലാം ഏറെക്കുറെ കൊഴിഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു. ഈ നേരത്ത് റൂം മുഴുവൻ സാറയുടെ ശരീരത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയിരുന്ന രക്തത്തിൻ്റെ പാടുകളുണ്ടായിരുന്നു. ഈ ഒരു സമയത്തും സാറയ്ക്ക് കലശമായ വയറുവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ ഒരു നേരത്ത് സാറ അവൾ ഇരുന്നിരുന്ന ബാത്ത് ടബിൽ ഒരുപാട് പുഴുക്കളെ ഛർദ്ദിക്കുകയാണ്. പിന്നീട് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് സാറ അവിടേക്ക് ഇഴഞ്ഞു നീങ്ങുകയാണ്. ആസ്ട്രോസിൻ്റെ ആ ഒരു പ്രൊഡ്യൂസറായിരുന്നു ആ സമയത്ത് സാറയെ വിളിച്ചിരുന്നത്. ഒന്നുകിൽ നീ മരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ സാത്താൻ സേവകരായി പരിവർത്തനം ചെയ്യുക എന്ന് അയാൾ സാറയോട് പറഞ്ഞു. ശേഷം സാറ അവിടെ നിന്നും തൻ്റെ സുഹൃത്തുക്കൾ ഒരുമിച്ച് താമസിച്ചിരുന്ന എറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ നേരത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഏഷ്ലി ഉറങ്ങുകയാണെന്ന് സാറ മനസ്സിലാക്കി. അതേ നേരമാവട്ടെ എറിൻ ഡാനിക്കൊപ്പം അവൻ്റെ വേനിലായിരുന്നു. അവിടെ മറഞ്ഞു നിന്നുകൊണ്ട് സാറ ഇരുവരുടെയും സംഭാഷണങ്ങൾ കേട്ടു. എറിൻ പിന്നീട് യൂറിൻ പാസ് ചെയ്യാനായി വാനിൽ നിന്നും വീട്ടിലേക്ക് കയറി. ഈ ഒരു സമയത്ത് അവൾ ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്ന സാറയെ കാണുകയാണ്. നീ ഡാനിയുടെ സിനിമയിലെ എൻ്റെ റോൾ തട്ടിയെടുത്തെന്നും പറഞ്ഞുകൊണ്ട് സാറ എറിനോട് ദേഷ്യപ്പെട്ടു. നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് എറിൻ സാറയ്ക്ക് മറുപടി നൽകി. കലിപ്പോണ്ട് നിന്നിരുന്ന സാറയോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് എറിൻ ലൈറ്റ് ഓണാക്കി. ഈ ഒരു സമയത്താണ് സാറയുടെ വികൃതമായ മുഖം എറിൻ കാണാനിടയാവുന്നത്. നിനക്കെന്താണ് പറ്റിയത്? ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് എറിൻ സാറയോട് പറഞ്ഞു. എന്നാൽ സാറ അവിടെ ഇരുന്നിരുന്ന ഒരു കത്തിയെടുത്ത് എറിൻ്റെ കവിള് കീറി. ദേഷ്യത്തോടെ സാറ രക്തത്തിൽ കുതിർന്ന തൻ്റെ മുടി പറിച്ചെടുത്ത് താഴേക്കെറിഞ്ഞു. ഈ ഒരു നേരത്തിനുള്ളിൽ തന്നെ
സാറയുടെ മാനസികാവസ്ഥ താളം തെറ്റിയിരുന്നു. അതിനാൽ തന്നെ അവൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് റിനെ കുത്തി അവൾക്ക് മാരകമായ പരിക്കേൽപ്പിച്ചു. ശേഷം സാറ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡമ്പലെടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ആഷ്ലിയുടെ പക്കലേക്ക് ചെന്നു. അവൾ ആ ഡമ്പൽ ഉപയോഗിച്ച് ആഷ്ലിയുടെ തല അതിമൃഗീയമായി ചതച്ചരച്ചു. അതിദാരുണമായ ഈ ഒരു കാഴ്ച അവർക്കൊപ്പം താമസിച്ചിരുന്ന യുവാവ് ഭീതിയോടെ കാണാനിടയായി. ഭയചകിതനായ യുവാവ് ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും സാറ വലിച്ചെറിഞ്ഞിരുന്ന അവളുടെ മുടിയിൽ ചവിട്ടി നിർഭാഗ്യവശാല യുവാവ് വഴിക്ക് വീണു. അതോടെ സാറ അയാളുടെ പുറത്ത് നിരന്തരമായി കുത്തുകയും അയാളെ നിഷ്കരുണം കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരു സമയത്ത് മൃതപ്രാണയായി കിടന്നിരുന്ന എറിൻ ഇഴഞ്ഞു നീങ്ങി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടപാടെ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് സാറ അവളെയും കൊലപ്പെടുത്തി. പിന്നീട് സാറ ഡാനിയുടെ വാനിൻ്റെ സൈഡിൽ ചെന്നിരുന്നു. സംഭവിച്ചതൊന്നും അറിയാതെ ഡാനി ഇരുട്ടത്തിരുന്നിരുന്ന സാറയുടെ പക്കലേക്ക് ചെന്നു. അവൻ അവളോട് ഓഡീഷനെ പറ്റി ചോദിച്ചു. എന്നാൽ പൊടുന്നനെ സാറ അവനെയും നിഷ്കരണം കുത്തിക്കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് ആസ്ട്രോസിൻ്റെ സാത്താൻ സേവകർ മുഖം മൂടികളണിഞ്ഞ് അവിടേക്ക് എത്തിയിരുന്നു. അവർ സാത്താൻ സേവയ്ക്കായി സാറയെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നീട് ആസ്ട്രോസ് എന്ന കമ്പനിയിലെ അംഗങ്ങൾ അവളുടെ ശരീരത്തിൻ്റെ ചുറ്റിലും നടന്ന് സാത്താൻ സേവ ആരംഭിക്കുകയാണ്. അവർ സാറയെ അവിടെ ഉണ്ടായിരുന്ന ചെളിയിൽ കുഴിച്ചിട്ടു. മരണസമയത്ത് അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഓഡിഷനും ഭീതിജനകമായ ആ ഓർമ്മകളും സാറയുടെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. ഈ ഒരു സമയത്ത് ആസ്ട്രോസ് എന്ന സംഘടനയിലെ അംഗങ്ങൾ പൈശാചികമാർന്ന ചില മന്ത്രങ്ങളെല്ലാം ഉരുവിടുന്നുണ്ടായിരുന്നു. പിന്നീട് അവർ തങ്ങൾ കൊണ്ടുവന്നിരുന്ന ലൈറ്റുകൾ ഒരു നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ അവളുടെ ശവകുടീരത്തിന് മുകളിലായി വെച്ചു. അങ്ങനെ സാത്താനിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട സാറ പിറ്റേ ദിവസം രാവിലെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നഗ്നയായിരുന്ന അവളുടെ ശരീരത്തിൽ രോമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആസ്ട്രോസിലെ അംഗങ്ങൾ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിരുന്നു. പിന്നീട് സാറ ആ ബോക്സും എടുത്ത് തൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനു ശേഷം ചെളി പുരണ്ടിരുന്ന അവളുടെ കാൽപ്പാടുകൾ കണ്ട് ട്രേസി അവൾക്കരികിലേക്ക് ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് സാറ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചുകൊണ്ട് മൂടിപ്പൊതിച്ച് കിടക്കുകയായിരുന്നു. ട്രേസി സാറയുടെ പക്കലേക്ക് ചെല്ലുകയും പ്രൊഡ്യൂസർ അവളോട് മോശമായി പെരുമാറിയ വിവരം മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ട്രേസി അവളുടെ പുതപ്പ് മാറ്റി നോക്കി നിഗൂഢമാർന്ന ഭാവത്തോടെ നഗ്നയായി കിടന്നിരുന്ന സാറയെ കണ്ട് അവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഈ ഒരു സമയത്ത് സാറയുടെ പൈശാചികമായ ശക്തിയാൽ റൂമിൻ്റെ വാതിൽ തനിയെ അടഞ്ഞു. പേടിച്ചെറിഞ്ഞ ട്രേസിയുടെ കയ്യിൽ സാറ കയറി പിടിക്കുകയും അവൾ തൻ്റെ അടുത്ത് കിടക്കാനായി ട്രേസിയോട് പറയുകയും ചെയ്തു. ഭീതിയോടെ ട്രേസി അതനുസരിച്ചു. പിന്നീട് സാറ ട്രേസിയെ ചുംബിക്കുകയും അവളുടെ രക്തം ഊറ്റിക്കുടിച്ച് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തു. ശേഷം സാറ ആസ്ട്രോസ് അംഗങ്ങൾ കൊടുത്തിരുന്ന ആ പെട്ടിയിലെ വസ്ത്രങ്ങളും വിക്കുമെടുത്തണിഞ്ഞു. സാറയെ കണ്ടപാടെ തന്നെ അവൾക്കുള്ളിൽ ഒരു ക്രൂരയായ വ്യക്തിയുണ്ടെന്ന് ആസ്ട്രോസ് അംഗങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. അത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു സിനിമയുടെ മറവിൽ അവർ ഓഡീഷൻ നടത്തിയിരുന്നത്. അവളിപ്പോൾ പൈശാചികമായ ചിഹ്നമുള്ള ആ മാലയണിഞ്ഞ് പൂർണ്ണമായും ഒരു സാത്താൻ സേവകയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു നിഗൂഢമാർന്ന രംഗങ്ങൾ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.